ഹായ് മക്കളെ, എല്ലാവർക്കും മാഷൻ ടീച്ചറിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഇന്ന് 2ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഇന്റഗ്രേഷൻ ഡേ 1, അതായത് ഉത്കൃതനം 1ാം ദിവസമായിരുന്നു പരീക്ഷ ഉണ്ടായിരുന്നത് അല്ലേ. അപ്പൊ എല്ലാ മക്കളും നന്നായിട്ട് തന്നെ എക്സാം ഒക്കെ എഴുതിയിട്ടിരിക്കുകയായിരിക്കും അല്ലേ. അപ്പൊ ടീച്ചർ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുള്ള കൂട്ടുകാർക്ക് നല്ല മാർക്കിന് സ്കോർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരിക്കും അല്ലേ. ഉണ്ടെങ്കിൽ ആ കാര്യം ഒന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ പറയാം കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് നാളെ ഏതാണ് പരീക്ഷ വരുന്നത്? ഇന്റഗ്രേഷൻ ഡേ 2 ആണ് അല്ലേ. ഉത്കൃതനം 2ാം ദിവസമാണ് നമുക്ക് പരീക്ഷ വരുന്നത്. അപ്പൊ ടീച്ചർ ഇന്ന് എന്ത് ചെയ്യാണ്, നിങ്ങൾക്ക് നാളത്തേക്ക് പഠിക്കാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൂടി പറഞ്ഞു തരികയാണ്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, ടീച്ചർ ഇന്ന് ക്ലാസ് പറയുന്ന എല്ലാ കാര്യങ്ങളും നന്നായിട്ട് രാത്രി ഇരുന്ന് പഠിക്കുക കേട്ടോ. എന്നിട്ട് നല്ല കുട്ടികളായിട്ട് നാളെ എക്സാം ഒക്കെ എഴുതി മുഴുവൻ മാർക്ക് മേടിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് വേഗം നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം അല്ലെ. അതിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന മക്കളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മക്കൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇന്ന് നമുക്ക് ഏറ്റവും അവസാനം ചേർന്ന് നിന്നത് ഏത് പ്രവർത്തനത്തിലായിരുന്നു? ഇന്നത്തെ എക്സാമില് നമ്മുടെ മിത്ര എന്ത് ചെയ്യാണ്, അവളുടെ പണമെല്ലാം ഇട്ട് വെച്ച കൊടുക്ക തുറന്നിട്ടുണ്ടായിരുന്നു അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് അവൾ തുറന്നത്? നമ്മുടെ കുറിഞ്ഞിക്ക് ഒരു വീടുണ്ടാക്കണം. അപ്പൊ ആ വീടുണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങാനായിരുന്നു അവൾ എന്ത് ചെയ്തത്, കുടുക്ക പൊട്ടിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. ഓക്കെ മക്കളെ, അപ്പൊ ഇനി സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്തായിരിക്കും? വീടുണ്ടാക്കാനുള്ള സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ അടുത്ത പണി എന്തായിരിക്കും? നമ്മൾ വീട് ഉണ്ടാക്കാനായിട്ട് തുടങ്ങൂലേ, വീടിന്റെ പണി തുടങ്ങിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ മക്കൾക്ക് അടുത്ത ദിവസം വരാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വീടുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലുകൾ ഏതൊക്കെയാണെന്നുള്ളത് ചോദിക്കൂ കേട്ടോ. അത് ടീച്ചർ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത് മുന്നേ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരുപാട് തൊഴിലുകളുടെ ചിത്രങ്ങളോ ചിലപ്പം പേരുകളോ തരും. എന്നിട്ട് എന്ത് ചെയ്യും, ഒരു വീടിന്റെ ചിത്രമോ അങ്ങനെ എന്തെങ്കിലും സെൻട്രൽ ആയിട്ട് തന്നിട്ട് ആ ഒരു വീടുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലുകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തിയിട്ട് വീട്ടിലോട്ട് വരച്ചു ചേർക്കാനായിട്ട് പറയും. അപ്പൊ മക്കൾക്ക് ഏതൊക്കെയാണ് നമ്മൾ വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തൊഴിലുകൾ എന്ന് അറിയാലോ. ഇനി അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, രാത്രി ഇരുന്ന് നന്നായിട്ട് പഠിക്കുക കേട്ടോ. വീടുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലുകളുടെ പേരുകൾ മക്കൾ നിർബന്ധമായിട്ടും പഠിക്കാം. നമുക്ക് നാളെ ചോദിക്കും കേട്ടോ. ഈ വയറിങ്, പെയിന്റിങ്, കോൺക്രീറ്റ് പണി എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പേരുകളൊക്കെ മക്കൾ പഠിക്കുക കേട്ടോ. നിങ്ങൾ എഴുതാനായിട്ട് മക്കൾക്ക് ചോദിക്കാറില്ല, ഓൾറെഡി നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുണ്ട്. എന്നിട്ട് അത് ജസ്റ്റ് യോജിപ്പിക്കാനായിട്ടേ പറയാറുള്ളൂ. എങ്കിലും മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് എഴുതി പഠിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ തൊഴിലുകളെ കുറിച്ച് മക്കളൊന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അങ്ങനെ വീട് പണിയൊക്കെ പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി എന്താണ് മക്കളെ? എന്താണ്? ഗൃഹപ്രവേശം ആയിരിക്കും ഉണ്ടായിരിക്കുക അല്ലെ. പക്ഷെ ആ ഒരു ഗൃഹപ്രവേശം നടത്തണമെങ്കിൽ നമുക്കൊരു ഡേറ്റ് കണ്ടെത്തണ്ടേ, ഒരു ദിവസം വേണോ അല്ലെ. അപ്പൊ മക്കൾക്ക് കലണ്ടറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അതായത് നമ്മുടെ കുറിഞ്ഞിയുടെ ഗൃഹപ്രവേശം ഏതെങ്കിലും ഒരു കലണ്ടർ തന്നിട്ട് അതിൽ ഇന്ന ഡേറ്റിന് നടത്താനായിട്ട് തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെയായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യനിൽ തരിക. എന്നിട്ട് അത് ഏത് ദിവസമാണെന്ന് കണ്ടെത്താനായിട്ട് പറയും. ടീച്ചർ മുന്നേ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ എങ്ങനെയാണ് അത് കണ്ടെത്തുക എന്നുള്ളത്. ഇപ്പൊ നമുക്ക് സെപ്റ്റംബർ മാസത്തെ ഒരു കലണ്ടർ തന്നു. സെപ്റ്റംബർ 20ാം തീയതിയാണ് നമ്മുടെ കുറിഞ്ഞിയുടെ ഗൃഹപ്രവേശം. അപ്പൊ അത് ഏത് ദിവസമാണ് എന്നുള്ളത് കണ്ടെത്താനായിട്ട് പറയും. അപ്പൊ 20 എന്നുള്ള ഡേറ്റ് മക്കൾ നോക്കുക. അതിന് നേരെ മുകളിലേക്ക് നോക്കിയാൽ അത് ഏത് ദിവസമാണെന്ന് നമുക്ക് കിട്ടൂലേ. ഞായറാണോ, തിങ്കളാണോ, ചൊവ്വയാണോ, ബുധനാണോ എന്നുള്ളത് നമുക്ക് അവിടുന്ന് കണ്ടെത്താനായിട്ട് പറ്റൂലേ. അപ്പൊ മക്കൾ എന്ത് ചെയ്യാം, ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, പിന്നെ മക്കൾക്ക് കലണ്ടറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചിലപ്പം ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് പാറ്റേൺ ഒക്കെ എഴുതാനായിട്ട് പറയുന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇപ്പൊ ഞായർ എന്ന് പറയുന്ന ഒരു കോളാണെങ്കിൽ ആ ഒരു കോളത്തിലുള്ള എല്ലാ സംഖ്യകളും അങ്ങനെ തുടർച്ചയായിട്ട് എഴുതുകയാണെങ്കിൽ തന്നെ എന്തായിരിക്കും, ഒരു പാറ്റേൺ ആയിരിക്കില്ലേ. കാര്യം അവിടുത്തെ സംഖ്യകൾ തമ്മിൽ എത്ര വ്യത്യാസം ഉണ്ടായിരിക്കും മക്കളെ? 7ന്റെ വ്യത്യാസം ഉണ്ട് അല്ലെ. 7 വീതം കൂടി കൂടി വരുന്നതായിരിക്കും. അപ്പൊ എങ്ങനെയാണ് ഒരു കലണ്ടർ നോക്കിയിട്ട് പാറ്റേൺ എഴുതുക എന്നുള്ളതൊക്കെ മക്കൾക്ക് അറിയായിരിക്കും. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോവാ കേട്ടോ. ഓക്കെ, പിന്നെ മക്കൾക്ക് വരുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ വീട് പണിത് കഴിഞ്ഞു, അതിനെന്ത് ചെയ്തു, ഗൃഹപ്രവേശത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഒരു ഡേറ്റ് ഒക്കെ നമ്മൾ കലണ്ടർ നോക്കി കണ്ടുപിടിച്ചുല്ലേ. അത് കഴിഞ്ഞ പിന്നെ അടുത്ത പരിപാടി എന്താണ് മക്കളെ? ഇങ്ങനെയൊരു പരിപാടി നടക്കുന്നുണ്ട് എന്നുള്ളത് മറ്റുള്ളവരെ അറിയിക്കണ്ടേ, നമ്മുടെ നാട്ടിലുള്ളവരെയും അതുപോലെ തന്നെ നമ്മുടെ മറ്റു കൂട്ടുകാരെയൊക്കെ അറിയിക്കണം അല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് തയ്യാറാക്കണം മക്കളെ? ക്ഷണക്കത്ത് തയ്യാറാക്കേണ്ടി വരുമല്ലോ. അപ്പൊ മക്കള് എന്ത് ചെയ്യുക, നന്നായിട്ട് ക്ഷണക്കത്ത് എങ്ങനെയാണ് എഴുതുക എന്നുള്ള കാര്യം ഒന്ന് നോക്കിയിട്ട് പോവാ കേട്ടോ. നമുക്ക് നാളെ വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ കുറിഞ്ഞിയുടെ ഗൃഹപ്രവേശനാണ്. അപ്പൊ എന്ത് ചെയ്യാണ്, അതിന് വേണ്ടിയിട്ട് മറ്റുള്ള കൂട്ടുകാരെയൊക്കെ ക്ഷണിച്ചുകൊണ്ട് ഒരു കത്ത് എഴുതാനായിട്ട് പറയും. അപ്പം ഒരു ക്ഷണക്കത്ത് തയ്യാറാക്കുന്ന സമയത്ത് അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് മക്കൾക്ക് അറിയില്ലേ. അതിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തണം? ഏത് ദിവസമാണ് എന്ന് ഉൾപ്പെടുത്തണം അല്ലെ. ആദ്യം എന്ത് പരിപാടിയാണെന്ന് നമ്മൾ പറയണം. അതുപോലെ തന്നെ ഏത് ദിവസമാണ് അത് നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയണം. അതുപോലെ തന്നെ ആരാണ് ക്ഷണിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, വ്യക്തമായിട്ട് നമ്മുടെ ആ ഒരു കത്തിൽ കൊടുക്കണം അല്ലെ. അപ്പൊ കൂട്ടുകാർ എഴുതി പഠിച്ചിട്ടുള്ളതാണ് ക്ഷണക്കത്ത്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ നോട്ട് പുസ്തകങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ട് എങ്ങനെയാണ് ക്ഷണക്കത്ത് തയ്യാറാക്കുക എന്നുള്ളത് ഒരിക്കൽ കൂടി നോക്കിയിട്ട് പോവാ കേട്ടോ. നമുക്ക് അതിനുള്ള ഒരു സാധ്യതയുണ്ട്. ഓക്കെ മക്കളെ,
പിന്നെ മക്കൾക്ക് വരാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വരികൾ കൂട്ടിച്ചേർത്ത് എഴുതാവുന്ന ഒരു പ്രവർത്തനം വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അത് ചിലപ്പോൾ സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും, എന്താണ്, എല്ലാ കൂട്ടുകാരും നമ്മുടെ കുറിഞ്ഞിയുടെ ഗൃഹപ്രവേശത്ത് പങ്കെടുത്തു. അപ്പൊ അവരെന്ത് ചെയ്തു, പാട്ട് പാടി എല്ലാവരും കൂടി രസിക്കുകയാണ്. അപ്പൊ അവര് പാടിയിട്ടുള്ള ഒരു 3-4 വരികൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഓൾറെഡി തന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിലോട്ട് മക്കളെടുത്ത് കുറച്ച് വരികൾ കൂടി ചേർത്ത് എഴുതാനായിട്ടാണ് പറയാ. അപ്പൊ മക്കൾ എന്ത് ചെയ്യാം, അത് നോക്കി വായിച്ചു നോക്കുക. എന്നിട്ട് അതിന്റെ ഇനത്തിലോട്ട് അതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ വരികൾ ചേർക്കാനായിട്ട് നോക്കുക കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് വരികൾ ചേർക്കാനായിട്ട് സൂചനകളൊക്കെ സൈഡിൽ ബോക്സിൽ തരൂ കേട്ടോ. മുന്നേ ഒരു പ്രാവശ്യമൊക്കെ അങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ തരികയാണെങ്കിൽ മാക്സിമം ആ ഒരു സൂചനകൾ ഉൾപ്പെടുത്തിയിട്ട് മക്കൾ എന്ത് ചെയ്യുക, പൂർത്തിയാക്കാനായിട്ട് നോക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വരികൾ ചേർത്ത് എഴുതുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ള ഒരു 2 വരിയൊക്കെ നമുക്ക് ചിലപ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതാൻ പറ്റുന്ന വരികൾ ഉണ്ടായിരിക്കും. അപ്പൊ അത്തരം വരികൾ ഏതൊക്കെയാണെന്നുള്ളതൊക്കെ ഒന്ന് മക്കൾ നോക്കിയിട്ട് ആദ്യം മനസ്സിലാക്കുക കേട്ടോ. എന്നിട്ട് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, വരികൾ ചേർത്ത് എഴുതുക കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ വരാനുള്ള ഒരു സാധ്യത നമ്മുടെ ഗ്രാമ കാഴ്ചകളും പട്ടണ കാഴ്ചകളും അല്ലേ. അത് ഇന്നത്തെ ദിവസത്തിലേക്ക് പഠിക്കാനായിട്ട് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടപ്പോൾ. അപ്പൊ ഇന്ന് നമുക്ക് ചോദിച്ചിട്ടില്ല അല്ലേ. അപ്പൊ ഒരു പക്ഷേ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നാളെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇന്നലെ ടീച്ചർ പറഞ്ഞുകൊണ്ട് മക്കളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. ഇനി ഏതെങ്കിലും കൂട്ടുകാർ ഇന്നലെ പഠിക്കാത്തതായിട്ടുണ്ടെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക, ഗ്രാമത്തിലെ കാഴ്ചകൾ ഏതൊക്കെയാണെന്നും അതുപോലെ തന്നെ പട്ടണത്തിലെ കാഴ്ചകൾ ഏതൊക്കെയാണെന്നുള്ളതൊക്കെ എന്ത് ചെയ്യുക, മക്കൾ നോക്കിയിട്ട് പോവാട്ടോ. ഇന്നത്തെ പരീക്ഷയിൽ നമുക്ക് വിവരണം ഒന്നും എഴുതാൻ ചോദിച്ചിട്ടില്ല അല്ലെ. ചിലപ്പോൾ എന്ത് ചെയ്യും, മക്കൾക്ക് നാളെ ചിലപ്പോൾ വിവരണം എഴുതാനൊക്കെ പറയും. ഒരു ചിത്രം തന്നിട്ട് അതിനെ കുറിച്ച് എഴുതാനൊക്കെ ആയിട്ട് പറയും. അപ്പൊ എന്ത് ചെയ്യുക, വിവരണം എഴുതാനായിട്ടൊന്ന് നോക്കിയിട്ട് പോവുക. അതുപോലെ തന്നെ ഗ്രാമ കാഴ്ചകളും പട്ടണ കാഴ്ചകളും മക്കൾ നോക്കിയിട്ട് പോവുക കേട്ടോ. അതെല്ലാവർക്കും അറിയുന്നതായിരിക്കും. ടീച്ചർ ഒരുപാട് ക്ലാസ്സിലായിട്ട് റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് കേട്ടോ. ഗ്രാമത്തിലെ ഒരു 2 കാഴ്ചകൾ പറയാനായിട്ട് പറയുകയാണെങ്കിൽ മക്കൾക്ക് എന്തൊക്കെ പറയാനായിട്ട് പറ്റും, എന്തൊക്കെ പറയാനായിട്ട് നിൽക്കും? പാടങ്ങളും വയലുകളും തോടുകളും അതുപോലെ തന്നെ തെങ്ങിൻ തോപ്പുകളൊക്കെ നമുക്ക് കാണാം അല്ലെ. പട്ടണത്തിലെ കാര്യം പറയുകയാണെങ്കിലോ എന്തൊക്കെയാണ്, തിക്കും തിരക്കും നിറഞ്ഞ റോഡുകളായിരിക്കും. വാഹനങ്ങളൊക്കെ തലങ്ങും വിലങ്ങും ചീറിപ്പായിരിക്കും അല്ലെ. അതുപോലെ തന്നെ കൂറ്റൻ കെട്ടിടങ്ങളൊക്കെ ഉണ്ടായിരിക്കില്ലേ. അപ്പൊ അതുപോലെ മക്കൾ എന്ത് ചെയ്യുക, ഗ്രാമത്തിലെയും പട്ടണത്തിലെയും കാഴ്ചകളൊന്ന് നോക്കിയിട്ട് പോവുക കേട്ടോ. ഇന്ന് നമുക്ക് ചോദിക്കാത്തതുകൊണ്ട് ഒരുപക്ഷെ നമുക്ക് നാളെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ മക്കളെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് മക്കള് പഠിച്ചിട്ട് പോവാ കേട്ടോ. എന്തായാലും നമുക്ക് ചോദിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഓക്കെ മക്കളെ, അപ്പൊ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം കൂടി നമ്മുടെ കമന്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുത്. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.